ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനിൽ പുതിയൊരു ഫീച്ചേഴ്സ് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് എങ്ങനെ വ്യൂസ് വർദ്ധിപ്പിക്കാം, എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാം, അതുകൂടാണ്ട് യൂട്യൂബിൽ എങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുക, നമ്മളുടെ വീഡിയോയിൽ ഈ ഒരു ഫീച്ചേഴ്സ് എങ്ങനെ ഉൾപ്പെടുത്താം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള പുതിയൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. യൂട്യൂബിൽ ഈ അടുത്തിടെയായി വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചേഴ്സാണിത്. ഈ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ തന്നെയുണ്ട് ആ ഓപ്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത്. നമ്മളൊരു ടെക്സ്റ്റ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയിലുള്ള ടെക്സ്റ്റ് മെസ്സേജിനെ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് യൂട്യൂബ് തന്നെ AI സഹായത്തോടുകൂടി അത് സംസാര ഭാഷയിലേക്ക് മാറ്റി തരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ മലയാളത്തിലാണ് ആദ്യമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മലയാളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകട്ടെ. അതുകൂടാണ്ട് ഈ ഒരു ഫീച്ചേഴ്സ് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്കാണ്. തൽക്കാലം ഇതൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രയോജനം എന്നാന്ന് വെച്ചാൽ നമുക്ക് വോയിസ് ഓവർ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്താൽ മതി. കാരണം AI സഹായത്തോടുകൂടി യൂട്യൂബ് തന്നെ ഇത് ശബ്ദം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ശബ്ദം, സ്ത്രീ ശബ്ദത്തിലോ പുരുഷ ശബ്ദത്തിലോ ഒക്കെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ വോയിസ് ആക്കി മാറ്റി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്കാണ് ഇത് വന്നിരിക്കുന്നത്, ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമുക്കത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, അതിൻ്റെ ഓപ്ഷൻ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഫീമെയിൽ വോയിസ് ആണോ മെയിൽ വോയിസ് ആണോ നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റ് മാത്രം ആഡ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ശബ്ദരൂപത്തിലേക്ക് മാറ്റി കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും ലൈക്സും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റർമാർക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ചാനലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്താക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു വിഷയം മാത്രമല്ല, പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ ഓണാക്കി ഇടാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്ക്രീനിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ചാനൽ ഓപ്പൺ ചെയ്യാം. ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിന്നും നമുക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിൽ നിന്ന് വീഡിയോകൾ നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നമ്മളതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്കൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ എങ്ങനെയാണ് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ ഞാൻ ഈ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് രണ്ടാമതൊന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയ്ക്ക് താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു സ്ക്രീനിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഡ് ചെയ്യേണ്ട ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ നമുക്ക് ഈ സൈഡിലായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ നമുക്കൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, അത് സ്പീച്ചായിട്ട് അനൗൺസ്മെൻറ്റ് ആയിട്ട് വരേണ്ടത് ഏത് ടെക്സ്റ്റാണെന്നുള്ളത് നമുക്കവിടെ ആ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ്,
Please subscribe. My YouTube channel. ലൈക്ക് ആൻഡ് ഷെയർ എന്നിങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഫോണ്ടിനെ നമുക്ക് ഇഷ്ടമുള്ള സൈസ് ഫോണ്ടിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ നമ്മുടെ ഇഷ്ടമുള്ള ഫോണ്ടുകൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുക, അനുയോജ്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഫോണ്ടിന് അനുയോജ്യമായ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാവുന്നതാണ്. ഇനിയാണ് ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നത്. ആ ഓപ്ഷൻ നമുക്ക് മുകളിലായിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ഓപ്ഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിൽ വോയിസ് അല്ലെങ്കിൽ ഫീമെയിൽ വോയിസിൽ നമുക്ക് കേൾക്കാനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻ 4 ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷൻ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫീമെയിൽ വോയിസ് അല്ലെങ്കിൽ മെയിൽ വോയിസിൽ നമ്മൾ ഈ എഴുതി കൊടുത്തിരിക്കുന്നത് അനൗൺസ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അത് കേൾക്കാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ യമ, സോഫിയ, ജേഡ്, ഒലിവർ എന്നിങ്ങനെ 4 വോയിസ് ആണ് കൊടുത്തിരിക്കുന്നത്. Hi friends, please subscribe my YouTube channel, like and share. എങ്ങനെയുണ്ട് ശബ്ദം? Hi friends, please subscribe my YouTube channel, like and share. അടുത്ത ശബ്ദം. Hi friends, please subscribe my YouTube channel, like and share. Hi friends, please subscribe my YouTube channel, like and share. അടുത്തത്. Hi friends, please subscribe my YouTube channel, like and share. ഇതിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദം നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ സോഫിയ എന്നുള്ള ഈ ഒരു ഫീമെയിൽ വോയിസ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഡൺ കൊടുക്കാം. മുകളിൽ കാണുന്ന ഡൺ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് നമുക്ക് ആ ഒരു ശബ്ദം ഫിക്സ് ചെയ്യാം. Hi friends, please subscribe my YouTube channel, like and share. ഈ ഒരു ശബ്ദം നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് നമുക്ക് ഫിക്സ് ചെയ്യാം. മുകളിലായിട്ട് ഡൺ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇടുക്കിയില്ല എന്നുള്ള ഒരു ലൊക്കേഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇടുക്കിയില്ല എന്നുള്ള ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് യൂട്യൂബിലേക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഈ അപ്ലോഡിങ് കുറച്ച് സമയമെടുക്കും പൂർത്തിയാകാനായിട്ട്. അതിനുശേഷം നമുക്ക് യൂട്യൂബ് ചാനലിൽ ചെന്ന് നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് വർക്കാവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് അപ്ലോഡിങ് പൂർത്തിയാകട്ടെ. അങ്ങനെ വീഡിയോ അപ്ലോഡിങ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് യൂട്യൂബ് ചാനലിൽ ചെന്ന് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്, നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അങ്ങനെ യൂട്യൂബിൽ വന്നിരിക്കുന്ന Hi friends, please subscribe my YouTube channel, like and share. നിലവിൽ വർക്കിംഗ് ആണ്. പുതിയൊരു ഫീച്ചറാണ്. നമുക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ്. പ്രത്യേകിച്ചും ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാകും. ഈ ഒരു ഫീച്ചേഴ്സും വളരെ ഉപകാരപ്രദമാകും. അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നാക്കരുത്.